ശബരിമലയിലെ പുതിയ നടവരുമാന കണക്കുകൾ പുറത്തുവന്നു. മണ്ഡലകാല പൂജയ്ക്കായി നട തുറന്ന ശേഷമുള്ള വരുമാനം 77,25,00,000 രൂപയായി. കഴിഞ്ഞ വർഷം ഇക്കാലയളവിൽ ഉള്ളതിനേക്കാൾ 9 കോടിയിലേറെ രൂപയുടെ വരുമാന വർധനവാണ് ഇത്തവണ ഉള്ളത്. മണ്ഡലമാസ പൂജയ്ക്കായി നട തുറന്ന് 22 ദിവസങ്ങൾ പിന്നിടുമ്പോഴാണ് വരുമാനം 77 കോടി കടന്നത്. കാണിക്ക വരവ് കൂടിയതും അപ്പം, അരവണ എന്നിവയുടെ വിൽപ്പനയിലുണ്ടായ വർധനവുമാണ് വരുമാനം കുതിച്ചുയരാനുള്ള പ്രധാന കാരണം. മുൻ വർഷത്തേക്കാൾ അരവണ വിൽപ്പനയിൽ 5 കോടിയുടെ വർധനവാണ് ഉണ്ടായത്. കാണിക്ക വരുമാനത്തിലും 4 കോടിയിലേറെ രൂപയുടെ വർധന ഉണ്ടായി. ഇതുവരെ 27,65,00,000 രൂപയാണ് കാണിക്ക വരുമാനമായി ലഭിച്ചത്. അപ്പം വിൽപ്പനയിലും ഇത്തവണ കാര്യമായ വർധനവാണ് ഉണ്ടായത്. തീർത്ഥാടന കാലത്തിന്റെ തുടക്കത്തിൽ തന്നെ അപ്പത്തിന്റെ ഗുണനിലവാരം വർദ്ധിപ്പിക്കാൻ ബോർഡ് സ്വീകരിച്ച നടപടികളും ഫലം കണ്ടു. ശബരിമലയിലേക്ക് എത്തുന്ന തീർത്ഥാടകരുടെ എണ്ണത്തിലും 25% വർധനവുണ്ടായിട്ടുണ്ട്. ഇതോടെ മണ്ഡലമാസ പൂജ ആകുന്നതിന് മുൻപ് തന്നെ വരുമാനം 100 കോടിക്ക് മുകളിലെത്തുമെന്നുറപ്പായി. റിപ്പോർട്ടർ സന്നിധാനം. വിശ്വപ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമാണെങ്കിലും നിരവധി അനാചാരങ്ങളുടെ ഈറ്റിലം കൂടിയായി മാറുകയാണ് ശബരിമല. ആചാരങ്ങൾ എന്ന പേരിൽ നിരവധി അനാചാരങ്ങളാണ് ഭക്തർ ശബരിമലയിൽ ആചരിക്കുന്നത്. ആചാരാനുഷ്ഠാനങ്ങളിലെ വ്യത്യസ്തതയാണ് ശബരിമല എന്ന മഹാക്ഷേത്രത്തിന്റെ പ്രത്യേകത. എന്നാൽ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ആചാരങ്ങളെക്കാൾ കൂടുതൽ അനാചാരങ്ങൾക്കാണ് മല ചവിട്ടിയെത്തുന്ന തീർത്ഥാടകർ പ്രാധാന്യം നൽകുന്നത്. പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് വരുന്ന വഴി പലയിടങ്ങളിലായി കല്ലുകൾ കൂട്ടിവെക്കുന്നതാണ് അതിൽ പ്രധാനം. പണ്ട് സന്നിധാനത്തേക്ക് സർവീസ് നടത്തിയിരുന്ന ഡ്രൈവർമാർ എത്ര ട്രിപ്പ് ഓടി എന്നറിയാൻ കല്ലുകൾ കൂട്ടിവെച്ചിരുന്നതാണ് ഇന്ന് ആചാരമായി മാറിയിരിക്കുന്നത്. ഇതിനു പുറമെ ഭസ്മം നിറച്ച പാത്രത്തിൽ കർപ്പൂരം കത്തിച്ചുകൊണ്ട് നടക്കുന്നതും മാളികപ്പുറം ക്ഷേത്രമുറ്റത്ത് തേങ്ങ ഉരുട്ടുന്നതും ഇക്കൂട്ടത്തിൽപ്പെടും. ഇതും പോരാഞ്ഞിട്ട് തീർത്ഥാടകർ മാളികപ്പുറം ക്ഷേത്ര ശ്രീകോവിലിന് മുകളിലേക്ക് തുണിക്കഷ്ണങ്ങൾ എറിഞ്ഞും നാഗക്ഷേത്രത്തിലെ ചിത്രകൂടങ്ങൾക്ക് മുകളിൽ മഞ്ഞൾപ്പൊടി തൂകിയും പുതിയ ആചാര രീതികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവയൊക്കെ നിരുത്സാഹപ്പെടുത്തണമെന്നാണ് തന്ത്രിയുടെയും അഭിപ്രായം. പക്ഷേ ഇതൊക്കെ തെറ്റായ പ്രവണതകളാണ്. ഇതൊക്കെ ഒഴിവാക്കപ്പെടേണ്ടതാണ്, കർശനമായി നിയന്ത്രിക്കേണ്ടതുമാണ്. ഇത് പ്രത്യേകിച്ച് ഗുരുസ്വാമിമാരും അതുപോലുള്ളവരാണ് ഇത് ശിഷ്യന്മാർക്ക് ഉപദേശം കൊടുക്കേണ്ടത്. അവരിതിനെ കുറിച്ച് ബോധവൽക്കരണം നടത്തണമെന്നാണ് എനിക്ക് അപേക്ഷിക്കേണ്ടത്. ആചാരനിഷ്ഠകളിൽ കൃത്യതയും കണിശതയും പുലർത്തിയാൽ മാത്രമേ ഇത്തരം അനാചാരങ്ങളെ പുറത്താക്കാൻ സാധിക്കൂ. ഓരോ തീർത്ഥാടന കാലത്തിന്റെ ആരംഭത്തിലും തീർത്ഥാടകർക്കൊപ്പം തന്നെ പുതിയ അനാചാരങ്ങളും മലചവിട്ടി വരുന്ന കാഴ്ചയാണ് ശബരിമലയിൽ കാണാനാകുന്നത്. എന്നാൽ ഇതിനെതിരെ നടപടിയെടുക്കേണ്ട ദേവസ്വം ബോർഡ് യാതൊരു നടപടികളും സ്വീകരിക്കുന്നില്ല എന്നതാണ് ശ്രദ്ധേയം. ക്യാമറമാൻ കൃഷ്ണപ്രസാദിനൊപ്പം എസ് ശ്യാംകുമാർ, റിപ്പോർട്ടർ സന്നിധാനം.